ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് റെഗുലേഷനിലെ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്നുള്ള ചാപ്റ്ററിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ബിസിനസ് റെഗുലേഷന്റെ ബുക്കിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോൺട്രാക്ട് എന്താ, ഇൻട്രൊഡക്ഷൻ ടു കോൺട്രാക്ട്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസിൽ പോവാണ്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് എന്താണ് ഓഫർ, എന്താണ് ആക്സെപ്റ്റൻസ്, ഒരു ഓഫർ എങ്ങനെ വാലിഡ് ആവും, ഒരു ആക്സെപ്റ്റൻസ് എങ്ങനെ വാലിഡ് ആക്സെപ്റ്റൻസ് എന്ന് പറയും, പിന്നെ എങ്ങനെ ഈ ഓഫർ റിവോക്ക് ചെയ്യാം, ഈ ഓഫർ എങ്ങനെ ക്യാൻസൽ ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 2A, സെക്ഷൻ ഓർത്ത് വെക്കുക, സെക്ഷൻ 2A. നമ്മൾ നേരത്തെ കോൺട്രാക്ട് പറയുന്ന സമയത്ത് കോൺട്രാക്ട് ആക്ടിന്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ 2A. അതേപോലെ തന്നെ സെക്ഷൻ 2A എന്താ പറയുന്നത് പറഞ്ഞാൽ, when one person signifies to another his willingness to do or abstain from doing anything with a view to obtaining the assent of that other, such act or abstinence he is said to make a proposal or offer. Okay, section 2 എന്താ പറയുന്നത് പറഞ്ഞാൽ, when one person signifies to another his willingness to do or abstain from doing, അയാള് പറയാണ് ഒരു കാര്യം അയാൾ ചെയ്യാന്ന് പറയാണ്, അയാളെ വില്ലിങ്നെസ് അറിയിക്കണം, ഒരു കാര്യം ചെയ്യാന്നുള്ളത് അയാളെ സമ്മതം അറിയിക്കണം, ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാതിരിക്കാം എന്ന് പറയാണ്, എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ. അപ്പോ അയാൾ പറയാണ് ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്യാതിരിക്കാം, വിത്ത് എ വ്യൂ ടു ഒബ്റ്റൈനിങ് ദ അസെന്റ് ഓഫ് ദാറ്റ് അതർ. അതായത് വേറൊരാളോടാണ് പറയുന്നത്, അതായത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്ന് പറയാണ്. ഓക്കെ, അതിനെയാണ് ഓഫർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ രണ്ടുപേര്, എ എന്നുള്ള ഒരാളും ബി എന്നുള്ള ഒരാളും രണ്ടുപേരുണ്ട് വിചാരിക്കുക. അതില് രണ്ടുപേരെ എ ആൻഡ് ബി. എ പറയാണ് ഞാൻ എൻ്റെ ഒരു വീട് നിനക്ക് വിൽക്കാം. ഓക്കെ, അപ്പോ എ എന്ത് പറയാണ്, അവരെ വില്ലിങ്നെസ് ബീനെ അറിയിക്കാണ്, ഞാൻ എൻ്റെ വീട് നിനക്ക് വിൽക്കാം എന്ന് പറയാമെന്ന് വിചാരിക്കുക. ഓക്കെ, അത്തരത്തിലുള്ള ഒരു വില്ലിങ്നെസ്സിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറയാം. ഓക്കെ, കൂടാതെ ഞാൻ ഇവിടെ പറയുന്നുണ്ട് എന്താണ്, അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എന്നുള്ള ഒരു വരി ചേർക്കുന്നുണ്ട്, അതായത് ചെയ്യാതിരിക്കാം, ഞാൻ നിനക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കാം, അങ്ങനെ പറഞ്ഞാലും എന്താണ്, ഓഫറാണ്. ഫോർ എക്സാമ്പിൾ, എ ബിനോട് പറയുവാണ്, ബി ഓൾറെഡി ഇവിടെ ഒരു ബിസിനസ് നടത്തുന്ന ആളാണെന്ന് വിചാരിക്കുക, ഒരു സ്ഥലത്ത് വലിയൊരു ബിസിനസ് നടത്തുന്ന ആളാണ്. എയും ഒരു വലിയൊരു ബിസിനസ് പാർട്ണറാണ്, ബിസിനസ് നടത്തുന്ന വലിയൊരു ആളാണ് എയും. ബിന്റെ ഒരു ഏരിയ ഉണ്ട്, നമ്മൾ കൊയിലാണ്ടി അങ്ങാടി എടുക്കാം, കൊയിലാണ്ടിയിൽ ബി ആണ് ബിസിനസ് നടത്തുന്നത്. അപ്പം എ ആ കൊയിലാണ്ടിലേക്ക് വരുവാണെങ്കിൽ ബിന്റെ ബിസിനസ്സിന് കുറച്ച് പാളിച്ചകളൊക്കെ ഉണ്ടാവും. അപ്പം എ ബിനോട് പറയുവാണ്, ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്, അതായത് ഞാൻ നിന്റെ ബിസിനസ് നടക്കുന്ന കൊയിലാണ്ടിലേക്ക് വരുന്നില്ല, അതിനെയാണ് അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എന്ന് പറയാം, അതായത് നിനക്ക് വേണ്ടി ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ പറയുവാണെങ്കിൽ അതും എന്താണ്, ഓഫറാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാണ്, വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിങ്നെസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ്, മറ്റൊരാളോട് ഒരു കാര്യം ചെയ്യാൻ അയാൾ വില്ലിങ്നെസ് അറിയിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയാ. ഓക്കെ, വിത്ത് എ വ്യൂ ടു ഒബ്റ്റൈനിങ് ദ അസെന്റ് ഓഫ് ദാറ്റ് അതർ, അതായത് അവിടെ എന്ത് വേണം, അസെന്റ് വേണം, മറ്റേ ആള് സമ്മതം വേണം. ഓക്കെ, ബീന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഓഫർ എന്ന് പറയുള്ളൂ. Assent of that other, such act or abstinence is said to be make a offer or proposal. Okay, ഇപ്പൊ ഓഫറിനെ പ്രപ്പോസൽ എന്ന് പറയും. ഓഫർ എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം ചെയ്യാതിരിക്കാം എന്ന് മറ്റൊരാളോട് പറയുന്നതിനെയാണ് എന്ത് പറയാ, ഓഫർ എന്ന് പറയാം. ഇനി ദ പേഴ്സൺ മേക്കിംഗ് ദ ഓഫർ ഈസ് കോൾഡ് ഓഫറർ. ആരാണോ ഓഫർ നൽകുന്നത് അയാളെ നമ്മൾ ഓഫറർ എന്ന് പറയും. ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ദ ഓഫർ ഈസ് മെയ്ഡ് ഈസ് കോൾഡ് ഓഫറി. ആർക്ക് വേണ്ടിയാണോ ഓഫർ മെയ്ഡ് ചെയ്യുന്നത് അയാളെ നമ്മൾ എന്ത് പറയും, ഓഫറി എന്ന് പറയും. ഇവിടെ എ ആണ് എന്താക്കുന്നത്, ഓഫർ വെക്കുന്നത് അല്ലെ. എ ആണ് ബിനോട് പറയുന്നത് വീട് വെക്കാം, അല്ലെങ്കിൽ നിന്റെ കൊയിലാണ്ടിയിൽ ബിസിനസ് നടത്തുന്ന സ്ഥലത്തേക്ക് ഞാൻ വരുന്നില്ല എന്നിവിടെ ഓഫർ വെക്കുന്നത് ആരാണ്, എ ആണ്. അപ്പൊ എനെ നമ്മൾ എന്ത് പറയും, ഓഫറർ എന്ന് പറയും. അതേപോലെ ബീനെ നമ്മൾ എന്ത് പറയും, ഓഫറി എന്ന് പറയും. ഓക്കെ, ഓർത്ത് വെക്കുക. പിന്നെ ഒരു ഓഫറിൽ മെയിൻ ആയിട്ട് രണ്ട് പാർട്സുകൾ ഉണ്ടാവാം. ഒന്ന്
എക്സ്പ്രഷൻ ഓഫ് വില്ലിങ്നെസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലിങ്നെസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് ആണ്. ഒരു കാര്യം ചെയ്യാം, ചെയ്യാതിരിക്കാം എന്നുള്ള എക്സ്പ്രഷൻ ഉണ്ടാവും അവിടെ. രണ്ടാമത് എ റിക്വസ്റ്റ് ടു ദ ഓഫറി ഫോർ ഇറ്റ്സ് അക്സെപ്റ്റൻസ്. കൂടാതെ അവിടെ എന്തും കൂടെ ഉണ്ടാവും, ഓഫറിനോടുള്ള ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ടാവും അല്ലെ. അതായത് ഇവിടെ എ പറയാണ് ബിനോട് എന്റെ വീട് വിൽക്കാം, എന്താണ് ഒരു കാര്യം ചെയ്യാന്ന് പറയാണ് അല്ലെ. അതേപോലെ തന്നെ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, ഞാൻ നിന്റെ ബിസിനസ് സ്ഥലത്തേക്ക് വരുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല എന്നുള്ളതും കൂടെ അവിടെ വരുന്നു. പക്ഷെ അവിടെ എന്തും കൂടെ വേണം, റിക്വസ്റ്റും കൂടെ വേണം. ബിനോട് റിക്വസ്റ്റ് ചെയ്യണം, ഇത് നീ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, എന്റെ വീട് നീ വാങ്ങിക്കണം എന്ന് പറയണം. അതേപോലെ ഞാൻ നിന്റെ ബിസിനസിന്റെ ഏരിയയിലേക്ക് ഞാൻ വരുന്നില്ല, അത് നീ എന്താക്കണം, സമ്മതം അറിയിക്കണം. അപ്പൊ അവിടെ എന്ത് വേണം, സമ്മതം അറിയിക്കണം, സ്വാഭാവികമായിട്ട് അവിടെ റിക്വസ്റ്റ് വേണം. അപ്പം ഒരു ഓഫറിൽ മെയിൻ ആയിട്ട് രണ്ട് പാർട്സുകൾ ഉണ്ടാവും. ഒന്ന് എക്സ്പ്രഷൻ ഓഫ് വില്ലിങ്നെസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, രണ്ടാമത്തത് റിക്വസ്റ്റ് ടു ദ ഓഫറി ഫോർ ഹിസ് ആക്സെപ്റ്റൻസ്. ഓക്കെ, അപ്പൊ ആക്സെപ്റ്റൻസ് ഓഫറിന്റെ മുന്നിൽ ഒരു റിക്വസ്റ്റും കൂടെ കൊടുക്കും ആക്സെപ്റ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരം രണ്ട് പാർട്ടുകളാണ് ഒരു ഓഫറിനുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഫോർ വാലിഡ് ഓഫർ. ഒരു ഓഫർ വാലിഡ് ആവണമെങ്കിൽ ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽസ് അല്ലെങ്കിൽ റൂൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തതാണ് ദ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി. അതായത് ഓഫർ എന്തായാലും ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതർ പാർട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഓഫറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ദ ഓഫർ ഈസ് completed only when it has been communicated to the offeree. Until it is communicated, the offer cannot be accepted. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാന്നുള്ളത്, ഇപ്പൊ എ ബിനോട് വീട് വിൽക്കുക എന്നുള്ളത് ബി ആയിട്ട് എന്താക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മനസ്സിൽ വിചാരിച്ചിട്ട് മാത്രം കാര്യമില്ല, ആരോടത് പറയണം, ബിനോട് പറയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്തുള്ളൂ, വാലിഡ് ഓഫർ ആവുള്ളൂ. മനസ്സിലൊരു ഓഫർ കരുതി പക്ഷെ ബിനോട് പറയുന്നില്ല, ഞാൻ നിന്റെ വീട് വിൽക്കാന്ന് പറയുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ആർക്കും അറിവുണ്ടാവില്ല ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ഓഫറിനെ കുറിച്ച്. ബിക്ക് ഈ ഒരു ഓഫറിനെ കുറിച്ച് അറിവുണ്ടാവില്ല. അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഓഫർ ഒരിക്കലും എന്താവില്ല, വാലിഡ് ആവില്ല. അപ്പം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരു ഓഫർ ഒരിക്കലും ലീഗലി വാലിഡ് ആവില്ല, ഒരു ലീഗൽ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവില്ല. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഓഫർ വാലിഡ് ആവണമെങ്കിൽ അതെന്താകണം, ആർക്ക് വേണ്ടിയിട്ടാണോ ഓഫർ ഉണ്ടാക്കുന്നത് അയാളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഓഫറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തേലേക്ക് പോവാം. രണ്ടാമത് ലീഗൽ റിലേഷൻഷിപ്പ് ഈസ് റിക്വയർഡ്. നമുക്കറിയാം ഏതൊരു കാര്യത്തിനും ഒരു വാലിഡ് ആവണമെങ്കിൽ, നമ്മൾ നേരത്തെ കോൺട്രാക്ട് വാലിഡ് ആവണമെങ്കിൽ 10 എസെൻഷ്യൽസ് ഫുൾഫിൽ ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഓഫർ വാലിഡ് ആവണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു ലീഗൽ റിലേഷൻഷിപ്പ് മസ്റ്റ് ആയിട്ട് വേണം. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ്, ദ ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദ കൺസെന്റ് ഓഫ് ദ ഓഫറി. ഇവിടെ നമ്മൾ ഓഫർ ഉണ്ടാക്കുന്ന സമയത്ത് ആരെ സമ്മതം വേണം, ഓഫറിന്റെ സമ്മതം വേണം. ഇപ്പൊ ഒരു ഓഫർ ലീഗൽ ആവണമെന്ന് പറയുകയാണെങ്കിൽ അവിടെ ആരെ കൺസെന്റ് വേണം, ഓഫറിന്റെ സമ്മതം വേണം. ഓക്കെ, അപ്പം ഒരു ഓഫർ വാലിഡ് ആണെങ്കിൽ ഓഫറി സമ്മതിക്കണം അല്ലെ. ഇപ്പൊ അയാളെ വീട് ബിക്ക് വിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ഓക്കെ ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറയുവാണെങ്കിൽ അതെന്തായി, ഇതായി വാലിഡ് ഓഫറായി. അതുപോലെ തന്നെ ഇവിടെ കൺസെന്റ് എന്തായിരിക്കണം, ഫ്രീ ആയിരിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ സമ്മതം നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, ഫ്രീ അല്ലാണ്ടും കിട്ടും. അതായത് നമുക്ക് ഭീഷണിപ്പെടുത്താം, കോയേഷൻ, ആന്റി ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെന്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓഫറിന്റെ കൺസെന്റ് ഫ്രീ ആയിരിക്കണം. അതായത് സ്വമേധയാ സമ്മതിക്കണം ഓഫർ. ഒരിക്കലും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും എന്താക്കാൻ പറ്റില്ല, ഓഫർ ആക്സെപ്റ്റൻസ് ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ ആലോചിക്കേണ്ട ഒരു കാര്യം, ഓഫർ എന്താ വേണം, ഓഫറിന് ഒരു സാധനം ഒരു കാര്യം വാലിഡ് ഓഫർ ആയിട്ട് മാറണമെങ്കിൽ ഓഫറിന്റെ കൺസെന്റ് എന്തായിരിക്കണം, ഫ്രീ ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഓഫറിന്റെ കൺസെന്റ് വേണം. ഓക്കെ, പുറത്ത് വെക്കുക, ഓഫറിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താകുള്ളൂ, ഒരു കോൺട്രാക്ട് ഒരു ഓഫർ വാലിഡ് ആവുള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ്, ദ ഓഫർ മസ്റ്റ് ബി ക്ലിയർ ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ ഡെഫിനിറ്റ് ടേംസ്. ഓഫർ വൃത്തിക്ക് പറയണം, ക്ലിയറും ആയിരിക്കണം. പിന്നെ അതിലുള്ള എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് മനസ്സിലാവുകയും ചെയ്യണം. ഓക്കെ, ഓഫർ ക്ലിയർ ആയിട്ട് പറയണം എന്നാണ് പറയുന്നത്. നമുക്കിപ്പോ നമ്മള് ഓഫറിക്ക് ഒരു ഓഫർ നൽകാതെ വിചാരിക്കുക. അപ്പൊ എന്താക്കണം, വൃത്തി ഇപ്പൊ എഴുതിയിട്ടാണ് ഓഫർ കൊടുക്കുന്നത് വിചാരിക്കുക.
അങ്ങനെ ആ സമയത്ത് നമ്മുടെ ഡോക്ടർമാർ എഴുതുന്ന പോലെ ഒന്നും എഴുതിയിട്ട് എന്താക്കില്ല, കാര്യമില്ല. ചിലപ്പോൾ ഓഫറിക്ക് മനസ്സിലാവില്ല. അപ്പം ഓഫറിൽ പറയുന്ന ടേംസും കണ്ടീഷൻസും ഒക്കെ എല്ലാ കാര്യങ്ങളും എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഓഫർ എന്താവുള്ളൂ, വാലിഡ് ആവുള്ളൂ. പിന്നെ അടുത്തത്, ഓഫർ മേ ബി ജനറൽ ഓർ സ്പെസിഫിക്. ഓഫർ ജനറലും ഉണ്ട്, സ്പെസിഫിക്കും ഉണ്ട്. എന്താണ് ജനറൽ ഓഫർ, എന്താണ് സ്പെസിഫിക് ഓഫർ എന്ന് നോക്കാം. ജനറൽ ഓഫർ ഈസ് വൺ വിച്ച് ഈസ് മെയ്ഡ് ടു ദ ഹോൾ വേൾഡ്. എല്ലാവർക്കും പൊതുവായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓഫറിനെയാണ് നമ്മൾ ജനറൽ ഓഫർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം വിഷു, ഓണം അല്ലെങ്കിൽ പെരുന്നാൾ എന്തെങ്കിലും സെലിബ്രേഷൻ ആയിക്കോട്ടെ, അപ്പോൾ എല്ലാ ഷോപ്പിലൊക്കെ എന്തുണ്ടാവും, ഡിസ്കൗണ്ട് സെയിലൊക്കെ ഉണ്ടാവും അല്ലേ. ആ ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണിന് മാത്രമല്ല, ആ ഷോപ്പിൽ ആരൊക്കെ വരുന്നു അവർക്കൊക്കെ എന്താണ്, ആ ഡിസ്കൗണ്ട് സെയിൽ കിട്ടും അല്ലേ. അതിനെയാണ് നമ്മൾ ജനറൽ ഓഫർ എന്ന് പറയുക, എല്ലാവർക്കും പൊതുവായിട്ട് നൽകുന്ന ഓഫർ. ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ടു എനി പെർട്ടിക്കുലർ പേഴ്സൺ. ഇത് ഒരിക്കലും ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി സ്പെസിഫിക് ഓഫർ എന്താ നോക്കാം. സ്പെസിഫിക് ഓഫർ ജനറൽ ഓഫറിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഏതെങ്കിലും പ്രത്യേകം സ്പെസിഫിക് പീപ്പിളിന് വേണ്ടിയിട്ടായിരിക്കും ആ ഓഫർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കമ്പനി അടുത്താ വിചാരിക്കുക, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് മാത്രമായിട്ട് ഒരു ഓഫർ കൊടുക്കുകയാണ്. അതായത് നീ ഈ സാധനം വാങ്ങിച്ചാൽ നിനക്ക് ഞാൻ എന്താക്കാം, 50% ഡിസ്കൗണ്ട് തരാം. അതായത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് മാത്രമാണ് അവിടെ എന്ത് കൊടുക്കുന്നത്, ഓഫർ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സണിന് മാത്രമായിട്ട് ഓഫർ കൊടുക്കുകയാണെങ്കിൽ അതിന് സ്പെസിഫിക് ഓഫർ എന്നാണ് പറയാം. ഓക്കെ. പിന്നെ അടുത്തത്, ഓഫർ മേ ബി കണ്ടീഷണൽ. ഓഫർ എന്താവാം, ചിലപ്പം കണ്ടീഷണലും ആവാം. അപ്പൊ അങ്ങനെ കണ്ടീഷണൽ ഓഫർ ആണെങ്കിൽ അതെന്തായിരിക്കും, വാലിഡ് ആയിരിക്കും. ഓക്കെ. അപ്പം ഒരു ഓഫർ വാലിഡ് ആവണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തത്, ഓഫറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. രണ്ടാമത്തത്, അവിടെ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് വേണം. മൂന്നാമത്തത്, ഓഫറിന്റെ കൺസെന്റ് എന്താവണം, ഉണ്ടായിരിക്കണം, ഓഫറിന്റെ സമ്മതം ഉണ്ടായിരിക്കണം. പിന്നെ നാലാമത്തത്, ഓഫർ എന്തായിരിക്കണം, ക്ലിയർ ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ ഡെഫിനിറ്റ് ടേംസ്. ഓഫർ ക്ലിയർ ആയിരിക്കണം, അതേപോലെ തന്നെ അത് എക്സ്പ്രസ് ചെയ്യുന്നത് നല്ല രീതിക്കായിരിക്കണം, ഡോക്ടർമാരെ എഴുത്തൊന്നും പറ്റില്ല. പിന്നെ അഞ്ചാമത്തത്, ഓഫർ മേ ബി ജനറൽ ഓർ സ്പെസിഫിക്. ഓഫർ ചിലപ്പോൾ ജനറൽ ഉണ്ടാവാം, സ്പെസിഫിക് ഉണ്ടാവാം, ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഓഫർ മേ ബി കണ്ടീഷണൽ. ഓഫർ ചിലപ്പോൾ എന്തുണ്ടാവാം, കണ്ടീഷണൽ ഓഫേഴ്സ് ഉണ്ടാവാം, അതും കുഴപ്പമില്ല. ഓക്കെ. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ഓഫർ ആണ് പഠിക്കാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് ഓഫർ. ദ ഓഫർ മേ ബി ക്ലാസിഫൈഡ് ഓൺ ദ ഫോളോയിങ് ബേസിസ്. നമ്മൾ താഴെ പറയുന്ന രീതിയിലൊക്കെ ഓഫർ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദി ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓഫർ. ഓഫറിന്റെ മോഡിനനുസരിച്ച് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് എക്സ്പ്രസ് ഓഫറും, രണ്ട് ഇംപ്ലൈഡ് ഓഫറും. ഓക്കെ. എക്സ്പ്രസ് കോൺട്രാക്ട് എന്താണ്, ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ an offer made by words spoken or written is expressed offer. അതായത് നമ്മളൊരു ഓഫർ എഴുതുക അല്ലെങ്കിൽ പറയാ, വേർഡ്സിൽ പറയുക അല്ലെങ്കിൽ എഴുതിയിട്ട് ഒട്ടിക്കുക, അങ്ങനെ റിട്ടേൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഓഫറിനെയാണ് നമ്മൾ എക്സ്പ്രസ് ഓഫർ എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ വേർഡ്സിൽ പറയാം, അല്ലെങ്കിൽ എന്താക്കാം, എഴുതാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. അത്തരത്തിലുള്ള ഓഫറിനെയാണ് എക്സ്പ്രസ് ഓഫർ എന്ന് പറയാം. ഓക്കെ. രണ്ടാമത് ഇംപ്ലൈഡ് ഓഫറാണ്. an offer made otherwise than in words is known as implied offer. ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതാൻ പ്രശ്നമൊന്നുമില്ല, ഓൾറെഡി അതിൽ ഇംപ്ലൈഡ് ആയിരിക്കും ഓഫർ ഉണ്ട് എന്നുള്ളത്. ഓക്കെ. അതിനാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയാം. എക്സ്പ്രസ് ഓഫറിന് ഉദാഹരണമാണ് നമ്മൾ ഫെസ്റ്റിവൽ സീസണിലൊക്കെ അഡ്വർടൈസ്മെന്റിൽ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഷോപ്പിലേക്ക് വന്നൊരു ഷോപ്പിന്റെ മതിൽമേൽ ചുമരുമേൽ ഒട്ടിച്ചിട്ടുണ്ടാവും ഇത്ര ഡിസ്കൗണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അതൊക്കെ എന്താണ്, എക്സ്പ്രസ് ഓഫർ ആയിരിക്കും. ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിൽ ഇംപ്ലൈഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഷോപ്പിൽ പോയി, അവിടെ ഡിസ്കൗണ്ടിന്റെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല, ഡ്രസ്സ് വാങ്ങി, 1000 റുപ്പീസിന്റെ ഡ്രസ്സാണ് വാങ്ങി, 1000 റുപ്പീസ് ഷോപ്പിൽ കൊടുത്തു. അപ്പൊ അയാൾ 950 എടുത്തിട്ട് 50 തന്നു. അങ്ങോട്ട് ചോദിക്കുന്നു, ഇങ്ങോട്ട് പറയുകയൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇംപ്ലൈഡ് ആണ്. അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു, 50 രൂപ കുറച്ച് കിട്ടിയിട്ടുണ്ട് അല്ലെ. 1000 രൂപ കൊടുത്തു, 950 നമുക്ക് എന്താക്കി, ഷോപ്പിലുള്ള ആൾ തിരിച്ചു വന്നു. അപ്പൊ ഇവിടെ എന്താണ്, ഒരു ഇംപ്ലൈഡ് ഓഫർ ഉണ്ട്. 50 രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്, പക്ഷെ അവിടെ അതൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല അല്ലെ. അപ്പൊ എന്താണ്, ഒരു ഇംപ്ലൈഡ് ഓഫർ ആണത്. ഓക്കെ. ഇനി അടുത്ത ഓൺ ദ ബേസ് ഓഫ് ഓഫറി ആണ്. ഓൺ ദ ബേസ് ഓഫ് ഓഫറി രണ്ട് തരത്തിലുള്ള ഓഫേഴ്സ് ഉണ്ട്. ജനറൽ ഓഫറും ഉണ്ട്, സ്പെസിഫിക് ഓഫറും ഉണ്ട്. ജനറൽ ഓഫർ എന്താണ്, സ്പെസിഫിക് ഓഫർ എന്താണ്, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുണ്ട്. ജനറൽ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആ ഓഫർ കിട്ടും. സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് പേഴ്സണിന് മാത്രമാണ് എന്ത് കിട്ടുള്ളൂ, ആ ഒരു ഓഫർ കിട്ടുള്ളൂ. ഓക്കെ. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദി ബേസിസ് ഓഫ് നാച്ചർ ഓഫ് ദ ഓഫർ. ഓഫറിന്റെ സ്വഭാവം വെച്ചിട്ട് പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ഓഫർ ആണുള്ളത്. ഇറ്റ് മേ ബി ക്രോസ് ഓഫർ, സ്റ്റാൻഡിങ് ഓഫർ ആൻഡ് കൗണ്ടർ ഓഫർ.
ഓൺ ദി ബേസ് ഓഫ് നാച്ചർ ഓഫ് ഓഫറിൽ പ്രധാനമായിട്ട് മൂന്നെണ്ണം: ക്രോസ്, സ്റ്റാൻഡിങ് ഓഫർ ആൻഡ് കൗണ്ടർ ഓഫർ. ഇനി എന്താണ് ഇത് ഓരോന്നും നോക്കാം നമുക്ക്. ക്രോസ് ഓഫർ: when two parties make identical offers to each other in ignorance of each other's offer, the offer are called cross offer. ക്രോസ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഓഫറാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള എൻ്റെയും ബീൻ്റെയും കാര്യം എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് എക്സും വൈയും ആണ്. മിസ്റ്റർ എക്സ് എന്തൊക്കെയാണ് വൈനോട് പറയാണ്, വൈക്ക് ഒരു കത്തയക്കാണ്. എന്താണ് ആ കത്തിലുള്ളത്? എക്സിന്റെ അടുത്തൊരു കാർ ഉണ്ട്. ആ കാറ് 90,000 രൂപയ്ക്ക് വൈക്ക് വിൽക്കാന്ന് പറഞ്ഞിട്ട് ലെറ്റർ ആണ് അയക്കുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചോളെ, ലെറ്റർ ആണ് അയക്കുന്നത്. 90,000 രൂപക്ക് കാർ വിൽക്കാന്ന് പറഞ്ഞിട്ട് എക്സ് വൈക്ക് ഒരു ഓഫർ കൊടുക്കാണ്, ബൈ ത്രൂ ലെറ്റർ ആണ്. പക്ഷെ ഈ ലെറ്റർ കിട്ടുന്നതിന് മുന്നേ വൈ എക്സിനൊരു കത്തയക്കാണ്. എന്താണ് ആ കത്തിലുള്ളത്? നീ എനിക്ക് നിന്റെ കാർ തരുമോ? അങ്ങനെ തരികയാണെങ്കിൽ ഞാൻ നിനക്ക് എന്ത് തരാം? 90,000 രൂപ തരാന്ന് വിചാരിക്കാം, പറയാണ്. ഓക്കെ, അപ്പം എക്സ് കാറ് വൈക്ക് വിൽക്കാം, 90,000 രൂപ തരണം എന്നുള്ളത് വൈ അറിയില്ല. അതേപോലെ വൈ ഇങ്ങനൊരു ഓഫർ എക്സിന് നൽകുന്നുണ്ട് എന്നുള്ളത് ആരറിയില്ല? എക്സ് അറിയൂല. ഓക്കെ, രണ്ടാൾക്കൊരു ലെറ്റർ ത്രൂ ആണ് അയച്ചത്. ലെറ്റർ വൈക്ക് എത്തുന്നതിന് മുന്നേ തന്നെ വൈ ഒരു ലെറ്റർ എക്സിന് അയക്കാണ്, കാർ തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഇത്തരം ഓഫറിനെയാണ് നമ്മൾ എന്താ പറയാ? ക്രോസ് ഓഫർ എന്ന് പറയാം. കാരണം രണ്ടാൾക്കാരും ഏകദേശം ഒരേ ഓഫർ തന്നെ എന്താക്കുന്നുണ്ട്, മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷെ അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്താക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരം ഓഫറിനെയാണ് നമ്മൾ എന്താ പറയാ? ക്രോസ് ഓഫർ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇവിടെ എക്സിന്റെ ലെറ്റർ വൈ കിട്ടിയ വൈ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യും. അതേപോലെ വൈന്റെ ലെറ്റർ എക്സിന് കിട്ടിയാൽ എക്സ് എന്തായാലും ആക്സെപ്റ്റ് ചെയ്യും. ഏതാണോ ഫസ്റ്റ് കിട്ടുന്നത് അതൊന്നും നമുക്കൊരു വിഷയമില്ല. പക്ഷെ ക്രോസ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാളുകളും ഇവിടെ ഐഡന്റിറ്റിക്കൽ ഓഫറാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. എക്സും ഐഡന്റിക്കൽ ഓഫർ ക്രിയേറ്റ് ചെയ്യുന്നത്, വൈ ഐഡന്റിക്കൽ ഓഫർ ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സ് അയാൾ കാറ് കൊടുക്കുക 90,000 രൂപക്ക് എന്ന് പറയാണ്. വൈ അങ്ങോട്ട് എക്സിനോട് ചോദിക്കാണ്, നിന്റെ കാർ എനിക്ക് തരുമോ, 90,000 രൂപക്ക് അത് തരുമോ എന്ന് ചോദിക്കാണ്. പക്ഷെ രണ്ടാൾക്കാരെ ലെറ്റർ ത്രൂ ആണ് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ ഉണ്ട്. ഇപ്പൊ ക്രോസ് ഓഫർ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക, ഇവിടെ രണ്ട് പാർട്ടി ഉണ്ടാവും, ഓഫററും ഉണ്ടാവും ഓഫറേ ഉണ്ടാവും. രണ്ടാളുകളും ഐഡന്റിക്കൽ ഓഫറാണ് എന്താക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മറന്നുപോകരുതേ. രണ്ടാമത് കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞാൽ വെൻ എ ഒറിജിനൽ ഓഫർ ഈസ് റിജക്റ്റഡ് ആൻഡ് എ ന്യൂ ഓഫർ ഈസ് മെയ്ഡ്, ഇറ്റ് ഈസ് നോൺ ആസ് കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിജക്ഷൻ ഓഫ് ദ ഒറിജിനൽ ഓഫർ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു ഓഫർ മറ്റൊരു ഓഫറോട് കൂടി ഇല്ലാതാവുന്നതിനെയാണ് നമ്മൾ കൗണ്ടർ ഓഫർ എന്ന് പറയാ. ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ ഇത് പറയുന്നുണ്ട്. മിസ്റ്റർ എയും ബിയും ഉണ്ട്. മിസ്റ്റർ എ പറയുവാണ് അദ്ദേഹത്തിന്റെ ബസ് 5 ലക്ഷം രൂപയ്ക്ക് ബിക്ക് നൽകാന്ന് പറയാണ്. ഒരു ഓഫർ വെക്കാണ് ബിനോട്, ഞാൻ എന്റെ ബസ് 5 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ ഞാൻ നിനക്ക് നൽകാം. അപ്പം ബി പറയുവാണ്, അത് വേണ്ട, നീ ആ ബസ് എനിക്കൊരു 4 ലക്ഷം രൂപയ്ക്ക് തരുവാണെങ്കിൽ ഞാൻ എന്താക്കാം, ആക്സെപ്റ്റ് ചെയ്തോളാം, ഞാൻ എടുത്തോളാം എന്ന് പറയുവാണ്. ഓക്കെ, അവിടെ എന്തുണ്ട്, എ പറയുന്ന 5 ലക്ഷത്തിന്റെ ഒരു ഓഫർ ഇല്ലേ, അത് ബി തിരിച്ചിങ്ങോട്ട് 4 ലക്ഷത്തിന്റെ ഒരു ഓഫർ വരുന്നതോടുകൂടി ആദ്യത്തെ ഓഫർ എന്തായി പോകും, ഇല്ലാതായി പോകും അല്ലെ. സ്വാഭാവികമായിട്ട് 4 ലക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ആരോ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, ബി ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഇവിടെ ബി ഒരു ഓഫർ അവിടെ വെക്കുന്ന സമയത്ത് എന്റെ ആദ്യം ഉണ്ടാക്കിയ ഓഫർ എന്താകുന്നുണ്ട്, ഇല്ലാതായി പോകുന്നുണ്ട്, വാനിഷ് ചെയ്ത് പോകുന്നുണ്ട്. അത്തരം ഓഫറിനെയാണ് നമ്മൾ എന്താ പറയാ, കൗണ്ടർ ഓഫർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം, കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴയ ഓഫർ പുതിയൊരു ഓഫർ വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് റിജക്റ്റ് ആവും. അത്തരം ഓഫറിനെയാണ് നമ്മൾ കൗണ്ടർ ഓഫർ എന്ന് പറയാം. കൗണ്ടർ ഓർത്ത് വെക്കാം, നെയിം ഓർത്ത് വെക്കാം, കൗണ്ടർ ഓഫർ. അപ്പം എ എന്നുള്ള ഒരാള് 5 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിന്റെ ബസ് ബിക്ക് കൊടുക്കാന്ന് പറയാണ്. ബി എന്ന് പറയാണ് 5 ലക്ഷം വേണ്ട, 4 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ ഞാൻ എടുക്കാന്ന് പറയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ ഓഫർ അവിടെ വന്നു, 4 ലക്ഷം രൂപയ്ക്ക് ആണെങ്കിൽ എടുക്കാന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒന്നാമത്തെ ഓഫർ എന്തായി പോകും, വാനിഷ് ആയി പോകും, ഇല്ലാതായി പോകും. ഓക്കെ, അത്തരത്തിലുള്ള ഓഫറിനെയാണ് നമ്മൾ എന്താ പറയാ, കൗണ്ടർ ഓഫർ എന്ന് പറയാം. ഓക്കെ, അത് സ്റ്റാൻഡിങ് ഓഫർ ആണ്. സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ഓഫർ ആണ്. അതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഓഫർ മെയ്ഡ് ഫോർ ദ കണ്ടിന്യൂസ് supply of certain articles at a certain rate over a period of time are known as standing offer. സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ചില ആർട്ടിക്കിൾ, ചില സാധനങ്ങൾ കുറച്ച് കാലത്തേക്ക് ഒരു ഫിക്സഡ് പ്രൈസിൽ നൽകാന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ കൊടുക്കാതിരിക്കുക. അത്ര ഓഫറിനെയാണ് നമ്മൾ എന്താ പറയാ, സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയാം. നിങ്ങൾ എക്സാമ്പിൾ നോക്കുക. മിസ്റ്റർ എൽ എഗ്രീസ് ടു സപ്ലൈ കോൾ ടു മിസ്റ്റർ വൈ. മിസ്റ്റർ വൈക്ക്
കോള് കൊടുക്കാന്ന് പറയാണ് അത് മിസ്റ്റർ എക്സ്. എപ്പോഴത്തേക്കാ കൊടുക്കുന്നത്? ആ കോളിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടണ്ണിന് 150 രൂപ വെച്ചിട്ട് കൊടുക്കാന്നാണ് പറയുന്നത്. മിസ്റ്റർ എൽ അഗ്രീസ് ടു സപ്ലൈ കോൾ ടു മിസ്റ്റർ വൈ ഇൻ ദ എമൗണ്ട് ഓഫ് ₹150 per ton as and when required by the Mr. Y over a period of 12 months. അതായത് മിസ്റ്റർ എക്സ് മിസ്റ്റർ എൽ മിസ്റ്റർ വൈനോട് പറയുവാണ്, ഞാൻ നിനക്ക് 150 രൂപ പെർ ടൺ നിരക്കിൽ കോള് തരാം. കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ധനം തരാം. എത്ര കാലയളവിലേക്ക്? 12 മാസ കാലയളവിലേക്ക്. നിനക്ക് എപ്പോ വേണമെങ്കിലും നീ നിറയ്ക്കാൻ തരും. 150 രൂപ ഞാൻ എന്താക്കുള്ളൂ ചാർജ് ചെയ്യുള്ളൂ എന്ന് പറയാം. അതിനെയാണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയാം. അതായത് ഒരു കണ്ടിന്യൂസ് ഓഫർ ആണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞാൽ. കുറച്ച് കാലത്തേക്ക് എന്തുണ്ടാവും, ആ ഓഫർ നിലനിന്ന് പോകും. അത്തരം ഓഫറിനെയാണ് നമ്മൾ എന്താ പറയാ, സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയാം. ഓർത്ത് വെച്ചോ, സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർട്ടൻ ആർട്ടിക്കിൾസ് ആയിരിക്കും. അതായത് കുറച്ച് കാലത്തേക്ക് എന്താകും ഉണ്ടാവും, ആ ഒരു ഓഫർ അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പം ഓഫർ എന്താന്ന് പഠിച്ചു, ടൈപ്സ് ഓഫ് ഓഫർ പഠിച്ചു, പിന്നെ ഒരു ഓഫർ എങ്ങനെ വാലിഡ് ആവണമെന്ന് പഠിച്ചു. 3 കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ ആക്സെപ്റ്റൻസിലേക്കാണ് പോകുന്നത്. ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാല് സെക്ഷൻ 2B, നേരത്തെ സെക്ഷൻ 2A ആണ്, ഓർത്ത് വെച്ചോളെ. സെക്ഷൻസ് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. നിങ്ങളൊന്ന് ജസ്റ്റ് 2-3 പ്രാവശ്യം വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കാണ് സെക്ഷൻസ് നിങ്ങളെ മനസ്സിൽ വരും. സെക്ഷൻ 2B, when the person to whom the proposal is made signifies his assent thereto, the proposal is said to be accepted. അതായത് ആർക്ക് വേണ്ടിയിട്ടാണോ പ്രപ്പോസൽ വെച്ചത്, ഓഫർ വെച്ചത്, അയാൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ആക്സെപ്റ്റൻസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഓഫറർ വെക്കുന്ന ഓഫറി അദ്ദേഹത്തിന്റെ സമ്മതം അറിയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ താല്പര്യം അറിയിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ആക്സെപ്റ്റൻസ് എന്ന് പറയും. ഓഫറർ എന്ന് പറഞ്ഞാൽ ഓഫർ ആരാണോ വെക്കുന്നത് അയാളെയാണ് നമ്മൾ ഓഫറർ എന്ന് പറയാം. ഓഫറി എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണോ വെക്കുന്നത് അയാളെ നമ്മൾ ഓഫറി എന്ന് പറയും. ഓർത്ത് വെക്കണേ, അത് നിങ്ങളോട് മറന്നു പോയത്, കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പം ഓഫറർ വെക്കുന്ന ഓഫർ, അതിന്മേൽ ആര് താല്പര്യം അറിയിക്കുകയാണ്, ഓഫറി താല്പര്യം അറിയിക്കുകയാണ്. താല്പര്യത്തിനെയാണ് നമ്മൾ അസെന്റ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ താല്പര്യം അറിയിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ആക്സെപ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ. ദ പ്രപ്പോസൽ വെൻ ആക്സെപ്റ്റഡ് ബിക്കം പ്രോമിസ്. ഒരു പ്രപ്പോസൽ എപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നു അതിനെ നമ്മൾ എന്ത് പറയും, പ്രോമിസ് എന്ന് പറയും. പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്താൽ അതിനെ നമ്മൾ എന്തായി, പ്രോമിസ് ആയി. ഇൻ അതർ വേർഡ്സ്, ആൻ ആക്സെപ്റ്റൻസ് ഈസ് ദ കൺസെന്റ് ഗിവൺ ടു ദ ഓഫർ. അതായത് ഒരു ഓഫറിന്റെ മേലെയുള്ള സമ്മതം അറിയിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ആക്സെപ്റ്റൻസ് എന്ന് പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഓഫറർ വെക്കുന്ന ഓഫറിന്റെ മേലെ ആര് സമ്മതം അറിയിക്കുകയാണ്, ഓഫറി സമ്മതം അറിയിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ആക്സെപ്റ്റൻസ് എന്ന് പറയാം. ഇനി ഒരു ആക്സെപ്റ്റൻസ് വാലിഡ് ആവണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഫോർ വാലിഡ് ആക്സെപ്റ്റൻസ്. നമ്മൾ നേരത്തെ ഓഫർ പറഞ്ഞു. ഓഫർ പറഞ്ഞതിന് ശേഷം ഒരു ഓഫർ വാലിഡ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ആക്സെപ്റ്റൻസ് പറയാണ്. ആക്സെപ്റ്റൻസ് പറഞ്ഞതിന് ശേഷം ഒരു ആക്സെപ്റ്റൻസ് വാലിഡ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കുകയാണ്. ഓക്കെ. ഒന്നാമത്തത്, ആക്സെപ്റ്റൻസ് മേ ബി എക്സ്പ്രസ്ഡ്. ആക്സെപ്റ്റൻസ് എന്താക്കണം, എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ. രണ്ടാമത്തത്, ഇൻ ദ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ആക്സെപ്റ്റൻസ് എന്താക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് വാലിഡ് ആവുള്ളൂ. അതേപോലെ ആക്സെപ്റ്റൻസ് എന്താക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ സൈലൻസ് ഈസ് നോട്ട് എ മോഡ് ഓഫ് ആക്സെപ്റ്റൻസ്. സൈലൻസ് ഒരിക്കലും എന്തല്ല, ഒരു ആക്സെപ്റ്റൻസിന്റെ മോഡല്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ബിനോട് പറയാണ് എന്റെ വീട് നിനക്ക് വിൽക്കാം, 5 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഓഫർ ബിക്ക് നൽകാന്ന് വിചാരിക്കുക. ബി ഒന്ന് ഒരു എക്സ്പ്രഷനും ഇല്ല, ഇങ്ങനെ നോക്കി നിൽക്കാന്ന് വിചാരിക്കുക. ബിക്ക് മനസ്സിലുണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യണം, ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ബിന്റെ മനസ്സിലിട്ടുണ്ട് വിചാരിക്കുക. പക്ഷെ ബി എന്താക്കുന്നില്ല, പുറത്തൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല, സൈലൻസാ, ഒന്നും പറയുന്നൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു സൈലൻസിലാണെങ്കിൽ അതൊരിക്കലും ആക്സെപ്റ്റൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്താക്കാൻ പറ്റത്തില്ല, കണക്കാക്കാൻ പറ്റത്തില്ല. ഓക്കെ. ദ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ദ അവെയർ ഓഫ് ദ പ്രൊപ്പോസൽ അറ്റ് ദ ടൈം ഓഫ് ദ ഓഫർ. ഓക്കെ. ആക്സെപ്റ്റൻസ്, ഒരാളെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആരറിയണം, ഓഫറർ അറിയണം. അതായത് ഒരു ഓഫറർ അയാൾ ഓഫറിക്ക് നൽകിയ ഓഫറി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓഫറി ആരറിയിക്കണം, ഓഫററിനെ അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, വാലിഡ് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ, നേരത്തെ ഞാൻ പറഞ്ഞു എന്റെ ബിന്റെ കാര്യം. ബിക്ക് അദ്ദേഹത്തിന്റെ വീട് 5 ലക്ഷം രൂപയ്ക്ക് നൽകുക എന്നുള്ള ഓഫർ ബി ആക്സെപ്റ്റ് ചെയ്തിട്ട് ആരെ അറിയിക്കണം, എന്നെ അറിയിക്കണം. ഓക്കെ, ഞാൻ നിന്റെ വീട് എന്താക്കാം, 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങാന്ന് പറഞ്ഞിട്ട് എന്നെ അറിയിക്കണം.
അപ്പോഴാണ് അതിന് എന്തുണ്ടാവുള്ളൂ, ആക്സെപ്റ്റൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ബി ആക്സെപ്റ്റ് ചെയ്തു പക്ഷെ എനെ അറിയിച്ചിട്ടില്ല, ഓഫറർ നൽകിയ ആളെ ആക്സെപ്റ്റൻസ് അറിയിച്ചിട്ടില്ലെങ്കിൽ അതിനൊരു ലീഗാലിറ്റി ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ആക്സെപ്റ്റൻസ് കനോട്ട് ബി ഇംപ്ലൈഡ്. ആക്സെപ്റ്റൻസ് ഒരിക്കലും ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് ആവാൻ പറ്റൂല. ഓക്കെ, എക്സ്പ്രസ്ഡ് ആവണം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഓഫർ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. പക്ഷെ ഇവിടെ ഒരിക്കലും ആക്സെപ്റ്റൻസ് എന്താക്കാൻ പറ്റത്തില്ല, ഇംപ്ലൈഡ് ആവാൻ പറ്റൂല. അതായിരിക്കണം എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് തന്നെ ആയിരിക്കണം. പറഞ്ഞ് എഴുതി തയ്യാറാക്കി പറയണം. എന്നിട്ടുണ്ട് എഴുതി തയ്യാറാക്കി റിട്ടേൺ ഡോക്യുമെന്റ് ആക്കണം, അല്ലെങ്കിൽ വേർഡ്സിൽ പറയണം. ഒരിക്കലും ഇംപ്ലൈഡ് ആക്കാൻ പറ്റൂല. ഓക്കെ, ഓർമ്മ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിവോക്കേഷൻ ആൻഡ് ഓഫർ, അതായത് ക്യാൻസലേഷൻ ഓഫ് ആൻ ഓഫർ. ഒരു ഓഫർ നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാം, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതിലൊന്നാമതാണ് ബൈ കമ്മ്യൂണിക്കേഷൻ ഓർ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. അതായത് ഓഫർ മേ ബി റിവോക്ഡ് അറ്റ് ബൈ ദ ഓഫറർ അറ്റ് എനി ടൈം ആസ് ആൻ ഇറ്റ് ഹാസ് നോട്ട് ബീൻ ആക്സെപ്റ്റഡ് ബൈ ദ ഓഫറി. എ പേഴ്സൺ ഹു meets on offer can withdraw it at any time before acceptance. അതായത് ബൈ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓഫറർ ഇല്ല, ആരാണോ ഓഫർ നൽകുന്ന അയാളെയാണ് നമ്മൾ ഓഫറർ എന്ന് പറയാം. അയാൾക്ക് ഓഫർ സ്വീകരിക്കുന്നതിന് മുന്നേ ഏത് സമയത്ത് വേണമെങ്കിലും ഓഫർ എന്താക്കാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം, എന്റെ ബീന്റെ കാര്യം തന്നെ എടുക്കാം. എ അദ്ദേഹത്തിന്റെ വീട് ബിക്ക് വിൽക്കാന്ന് പറഞ്ഞല്ലോ. അതായത് ഓഫർ ബിക്ക് വിൽക്കാം, നിന്റെ സമ്മതം 2 ദിവസത്തിനുള്ളിൽ അറിയിക്കണം എന്ന് പറഞ്ഞു. എ ബിനോട് പറയുവാണ്. ഓക്കെ, ഈ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആരറിയിക്കുള്ളൂ, ബി സമ്മതം അറിയിക്കുള്ളൂ. ബി സമ്മതം അറിയിക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ എക്ക് എന്താക്കാം, ഓഫർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് പറയുന്നത്. ബൈ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ എന്ന് പറഞ്ഞാല് ഓഫറി തന്റെ ആക്സെപ്റ്റൻസ് ഓഫററിനോട് പറയുന്നതിന് മുന്നേ ഓഫറർക്ക് എന്താക്കാം, ഓഫർ ക്യാൻസൽ ചെയ്യാം. ഒരിക്കൽ കൂടി പറയുവാണ്, ഓഫറിന്റെ മേലെയുള്ള ആക്സെപ്റ്റൻസ് ഓഫററിനെ, അതായത് ആരാണ് ഓഫർ ഉണ്ടാക്കിയത് അയാളെ അറിയിക്കുന്നതിന് മുന്നേ ഓഫറർക്ക് വേണമെങ്കിൽ, അതായത് ഓഫർ ഉണ്ടാക്കിയ ആൾക്ക് വേണമെങ്കിൽ എന്താക്കാം, ഓഫർ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, രണ്ടാമത് ബൈ ലാപ്സ് ഓഫ് ടൈം ആണ്. An offer lapses off it is not accepted within the prescribed time. അതായത് ഓഫർ പറഞ്ഞ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ എന്താക്കാം, അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പറയാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഞാൻ പറഞ്ഞു ബിനോട് എന്താണ് പറഞ്ഞത്, 2 ദിവസത്തിനുള്ളിൽ എന്താക്കണം, തന്റെ സമ്മതം അറിയിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ ബി എന്താക്കുന്നില്ല, 2 ദിവസത്തിനുള്ളിൽ സമ്മതം അറിയിക്കുന്നില്ല വിചാരിക്കുക, 3 ദിവസം കഴിഞ്ഞിട്ടാണ് സമ്മതം അറിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്ക് എന്താക്കാം, ഓഫർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം പറഞ്ഞ സമയത്തിനുള്ളിൽ ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓഫർ എന്താക്കാം, ക്യാൻസൽ ചെയ്യാം. അപ്പൊ 2 എണ്ണമായി. ഒന്നാമത് നമ്മൾ പറഞ്ഞു ബൈ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ, അതായത് ഓഫറിക്ക് നൽകിയ ഓഫറി ആക്സെപ്റ്റ് ചെയ്തതിന് മുന്നേ ആർക്ക് എന്താക്കാം, ഓഫർക്ക് ക്യാൻസൽ ചെയ്യാം. രണ്ടാമത് ബൈ ലാപ്സസ് ഓഫ് ടൈം ആണ്. ബൈ ലാപ്സസ് ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ ഓഫറി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓഫറർക്ക് എന്താക്കാം, ഓഫർ ക്യാൻസൽ ചെയ്യാം. അടുത്ത മൂന്നാമത് ബൈ ദ ഫെയിലിയർ ഓഫ് ആക്സെപ്റ്റി അല്ലെങ്കിൽ ഓഫറി ടു ഫുൾഫിൽ എ കണ്ടീഷൻ ദ ആക്സെപ്റ്റൻസ്. അതായത് an offer lapses by the failure of the acceptee അല്ലെങ്കിൽ ഓഫറി ടു ഫുൾഫിൽ എ കണ്ടീഷൻ ഓഫ് ദ ആക്സെപ്റ്റൻസ്. അതായത് ഇവിടെ ഏതെങ്കിലും കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടില്ല, ഓഫറർ നൽകിയ ഓഫർ ബി ആക്സെപ്റ്റ് ചെയ്തു, പക്ഷെ ഓഫറിന്റെ ഭാഗത്തു നിന്നുള്ള ഏതോ ഒരു കണ്ടീഷൻ ഓഫറി ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ കോൺട്രാക്ട് എന്തായി പോകും, ആ ഓഫർ എന്തായി പോകും, ക്യാൻസൽ ആയി പോകുന്നതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ ബി എന്താക്കിയിട്ടുണ്ട്, ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് മിസ്റ്റർ എക്ക്. എന്താ ഓഫർ കൊടുത്തത്, തന്റെ കമ്പ്യൂട്ടർ നൽകാം, എത്ര പൈസക്ക്, 12,000 രൂപയ്ക്ക്. മിസ്റ്റർ എനോട് പറയുവാണ്, 12,000 രൂപയ്ക്ക് എന്റെ കമ്പ്യൂട്ടർ ഞാൻ നിനക്ക് നൽകാന്ന് പറയാണ്. അതുപോലെ തന്നെ എന്താകണം, നീ എനിക്ക് 2 ദിവസത്തിനുള്ളിൽ അഡ്വാൻസ് നൽകണം എന്ന് പറയാണ്, അല്ലെങ്കിൽ നീ എനിക്ക് അഡ്വാൻസ് നൽകണം 2,000 രൂപ എന്ന് പറയുവാണ്. അങ്ങനെ എ എന്താക്കി, ഓഫർ ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഞാൻ നിന്റെ കമ്പ്യൂട്ടർ വാങ്ങാം, 12,000 രൂപന്റെ കമ്പ്യൂട്ടർ വാങ്ങാം എന്ന് പറയാണ്, 2,000 രൂപ അഡ്വാൻസ് തരാമെന്നാണ് പറയാണ്. പക്ഷെ എക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് അഡ്വാൻസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തായി,
ഓഫർ ക്യാൻസൽ ആയി. കാരണം ഇവിടെ ബി എന്ത് പറയുന്നുണ്ട്, അഡ്വാൻസ് നൽകണം എന്ന് പറയുന്നുണ്ട് ഓഫറിന്റെ ടൈമിൽ അല്ലേ. പക്ഷെ ഈ ഒരു കണ്ടീഷൻ ആർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല, എക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓഫർ എന്തായി പോകും, ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ഓർത്ത് വെക്കുക, ഓഫറിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളിന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഓഫർ എന്തായി പോകും, ക്യാൻസൽ ആയിട്ട് പോകും. ഓക്കെ, നാലാമത്തത് ബൈ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ദ പ്രൊപ്പോസർ. അതായത് ഇതിൽ ഏതെങ്കിലും ഒരാൾ മരിക്കുകയാണ്, ഓഫററോ അല്ലെങ്കിൽ ഓഫറിയോ മരിക്കാന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഓഫർ എന്തായി പോകും, ഇല്ലാതായി പോകും. പിന്നെ അടുത്ത് ബൈ റിജക്ഷൻ, റിജക്ട് ചെയ്യാണ്. അതായത് ഓഫർ റിജക്ട് ചെയ്യാണ്, ആരാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് അയാൾ റിജക്ട് ചെയ്യാണ്, എനിക്ക് നിന്റെ ഓഫർ വേണ്ട. സ്വാഭാവികമായിട്ടും എന്തായി പോകും, ഓഫർ ക്യാൻസൽ ആയി പോകും. പിന്നെ അടുത്ത് കൗണ്ടർ ഓഫർ, ഒരു ഓഫറിന് പകരം മറ്റൊരു ഓഫർ വരുവാണെങ്കിൽ എന്തായി പോകും, ആദ്യത്തെ ഓഫർ ക്യാൻസൽ ആയി പോകും. നമ്മൾ നേരത്തെ ബസ്സിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എ ബിനോട് പറയാണ് ഞാൻ നിന്റെ ബസ് 5 ലക്ഷം രൂപയ്ക്ക് നൽകാം. അപ്പം ബി അങ്ങോട്ടൊരു ഓഫർ വെക്കുകയാണ്, 5 ലക്ഷം രൂപ വേണ്ട 4 ലക്ഷം രൂപയ്ക്ക് തരുവാണെങ്കിൽ ഞാൻ നിന്റെ ബസ് എടുത്തോളാം. അപ്പൊ അവിടെ രണ്ടാമത്തെ ഓഫർ വന്നില്ലേ, 4 ലക്ഷം രൂപയ്ക്ക് തരുവാണെങ്കിൽ ബസ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറയുന്ന സമയത്ത് എന്തായി, ആദ്യത്തെ ഓഫർ ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതായി. ഓക്കെ, അപ്പം ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഒരു ഓഫർ ക്യാൻസൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ശ്രദ്ധിച്ചു നോക്കുക. ഒന്നാമത്തത് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ, രണ്ടാമത്തത് ബൈ ലാപ്സ് ഓഫ് ടൈം, മൂന്നാമത്തത് ബൈ ദ ഫെയിലിയർ ഓഫ് ദ ആക്സെപ്റ്റി ടു ഫുൾഫിൽ എ കണ്ടീഷൻ ഓഫ് ദ ആക്സെപ്റ്റൻസ്, 4 ബൈ ഡെത്ത്, 5 ബൈ റിജക്ഷൻ, 6 കൗണ്ടർ ഓഫർ. ഓർത്ത് വെക്കുക, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക, പരീക്ഷ ചോദിക്കും. അപ്പൊ താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം.